ഹലോ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ചാണ്. അഥവാ ട്യൂബൽ പ്രഗ്നൻസി എന്നും ഇതിനെ പറയാറുണ്ട്. സാധാരണ ഗർഭധാരണങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ബീജസങ്കലനം ചെയ്ത അണ്ഡം ഫെലോപ്പിയൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് ഗർഭാശയയിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. എന്നാൽ എക്ടോപിക് പ്രഗ്നൻസിയിൽ ബീജസങ്കലനം ചെയ്ത അണ്ഡം ഗർഭാശയത്തിൽ എത്തിച്ചേരാതെ ശരീരത്തിൻ്റെ മറ്റ് ഏതെങ്കിലും ഭാഗത്തായിട്ട് പറ്റിപ്പിടിച്ച് വളരുന്നു. മിക്കപ്പോഴും ഇത് ഫെലോപ്പിയൻ ട്യൂബിലായിരിക്കും ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുക. അതിനാൽ ഈ അവസ്ഥയെ ട്യൂബൽ അഥവാ എക്ടോപിക് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നു. ബീജസങ്കലനം ചെയ്ത അണ്ഡത്തിൻ്റെ അസാധാരണമായ വികസനമോ അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിലെ ചില ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം. ഇനി എക്ടോപിക് പ്രഗ്നൻസിയുടെ ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപൂർവമായാണ് എക്ടോപിക് ഗർഭധാരണം സംഭവിക്കാറുള്ളത്. ബീജസങ്കലനം ചെയ്ത മുട്ട ഫെലോപ്പിയൻ ട്യൂബിലൂടെ വളരുന്നത് തുടരുകയാണെങ്കിൽ, ഇത് നമ്മൾ അറിയാതെ പോവുകയാണെങ്കിൽ അമ്മയുടെ ജീവനെ തന്നെ ഭീഷണിയാക്കാം. അതായത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബുകളിലാണ് ഇത് വളരുന്നതെങ്കിൽ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആന്തരികമായിട്ടുള്ള രക്തസ്രാവവും അതിലൂടെ അമ്മയുടെ മരണത്തിന് വരെ അത് കാരണമായേക്കാം. ഇനി എക്ടോപിക് ഗർഭധാരണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സ്ത്രീകളിൽ പെൽവിക് വേദനയും യോനിയിൽ നിന്നും നേരിയ രക്തസ്രാവം ഉണ്ടാവുന്നതുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ ഫിലോപ്പിയൻ ട്യൂബുകൾക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ സ്ത്രീകൾക്ക് തോളിൽ വേദനയോ അതുപോലെ മലവിസർജനം നടത്താനുള്ള പ്രേരണയോ അനുഭവപ്പെടാം. ഫലോപ്പിയൻ ട്യൂബുകളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ എവിടെയാണ് രക്തം ശേഖരിക്കപ്പെടുന്നത്, ഇത് ഏത് നാഡിയെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ലക്ഷണങ്ങൾ നമുക്ക് വ്യത്യാസപ്പെടാം. ഇനി ആർക്കൊക്കെയാണ് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ? ഒരു തവണ ഒരു സ്ത്രീക്ക് എക്ടോപിക് ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അവ പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ലൈംഗികമായി പകരുന്ന രോഗങ്ങളായ ക്ലംഡിയ, ഗൊണോറിയ എന്നിവ മൂലമുണ്ടാകുന്ന അണുബാധകളും എക്ടോപിക് ഗർഭധാരണത്തിന് കാരണമായേക്കാം. ഇതുകൂടാതെ പുകവലി പോലുള്ള ശീലങ്ങളുള്ളവർക്കും എക്ടോപിക് ഗർഭധാരണത്തിന് സാധ്യത വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നേരം വൈകിട്ടുള്ള പ്രസവം, അതായത് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് കൂടുതലും എക്ടോപിക് പ്രഗ്നൻസി കാണാറുണ്ട്. സാധാരണയായിട്ട് നമുക്ക് 1.5 മാസത്തിൽ നമുക്ക് സ്കാനിങ് ഉണ്ട്. അതിൽ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മുൻകൂട്ടി ഇതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്ലീഡിങ്, അതുപോലെ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ, അടിവയർ വേദന ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടറെ സമീപിക്കുകയും നേരത്തെ കൂട്ടി സ്കാനിങ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വഴി നമുക്കിത് മുൻകൂട്ടി കണ്ടുപിടിക്കാനും ആപത്തുകളൊന്നും ഇല്ലാതിരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.